ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ 5 ഡെയിലി വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടായിരിക്കും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നത് കേട്ടോ. ഇനി 2 ദിവസത്തെയും കൂടെ എടുത്താൽ മതിയല്ലോ. ഞാൻ 7 ദിവസത്തെ എടുക്കും എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. സക്സസ്ഫുള്ളി 5 ദിവസം വരെ എത്താൻ എനിക്ക് സാധിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു മീ. പിന്നെ ഇന്ന് ഞാൻ മോർണിംഗ് വാക്കിന് പോയില്ല. എഴുന്നേറ്റപ്പം 7:30 മനഃപൂർവ്വം ലേറ്റ് ആയതാണ് കേട്ടോ. കാരണം ലേറ്റ്ലി എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ബോഡീനെ ഒന്ന് ഫോഴ്സ്ഫുള്ളി നടത്തിക്കാൻ കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി. ആൻഡ് ബോഡി വാസ് ക്രൈയിങ്, എനിക്ക് റെസ്റ്റ് വേണം എന്നും പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് റെസ്റ്റ് കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്കറിയത്തില്ല ഇനി വൈകിട്ട് ഞാൻ ചിലപ്പോൾ നടക്കാൻ പോകുന്നൊന്നും എനിക്കറിയത്തില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ മൈ മൂഡ്. പക്ഷേ രാവിലെ ഞാൻ പോയില്ല. ചേട്ടനുള്ള ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു, വാക്യൂം ചെയ്തു. ഇതൊക്കെ ഞാൻ ഡെയിലി നിങ്ങളെ കാണിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഷൂട്ട് ചെയ്യേണ്ടെന്ന്. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എൻ്റെ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം, പിന്നെ അങ്ങനെയൊക്കെ പോകണം. അപ്പോൾ തുടങ്ങിയാലോ? ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഒരു സിമ്പിൾ സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നുമില്ല, പഴം, ഓട്സ്, പാല്, ആൽമണ്ട്സ്, ദാറ്റ്സ് ഇറ്റ്. ഇച്ചിരി പഴുക്കണം എന്ന് തോന്നുന്നു. മധുരം കുറവായിരിക്കും സ്മൂത്തിക്ക്. ഞാൻ ഇപ്രാവശ്യം ഫാമേഴ്സ് ലാൻഡിൽ നിന്നാണ് കേട്ടോ പഴം വാങ്ങിയത്. സാധാരണ ഞാൻ കോൾസിൽ നിന്നാണ് വാങ്ങാറുള്ളത്. കോൾസിലെ പഴം ഇസ് ഓക്കെ. ഇവിടുത്തെ പഴം എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഈ സ്മൂത്തി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കാൻ തുടങ്ങും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോകും കേട്ടോ. അപ്പോൾ ശരി, ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. വേഗം ഞാൻ കുടിക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം ഫോണിൽ നോക്കിയിരുന്നു, വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇന്ന് ലഞ്ചിന് ചോറ്, രസം, അവിയൽ ഒക്കെയാണെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കായ് മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ. നോക്കാം. അപ്പം ഞാൻ വേഗം ഉണ്ടാക്കട്ടെ. ഇപ്പം തന്നെ സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. അരി കഴുകി അങ്ങ് അടപ്പ് വെക്കാം കേട്ടോ ആദ്യം. ഞാൻ രസം ഐഡിയ മാറ്റി വെച്ചു കേട്ടോ. മോരുകറിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം രസത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളി ഇവിടെ ഇല്ല. ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് കേട്ടോ അവിയലിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. കുറവായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഞാൻ മാത്രം കഴിക്കാനാണ്. അപ്പോൾ ഇത് തന്നെ ഒരുപാടായിരിക്കും കേട്ടോ. അങ്ങനെ അവിയലിനും മോരുകറിക്കും കാമെഴുക്കോട്ടി ഇഫ് ഐ മേക്ക്, അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാനിവിടെ തൊലി ചെത്തി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരിഞ്ഞെടുക്കണം. ഇന്നെന്താണെന്ന് അറിയത്തില്ല, എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഒരു എനർജി എവിടെ നിന്നോ കിട്ടിയതുപോലെ. കാരണം ഒന്ന്, ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. 2, എന്നും ഈ സ്ഥിരം ഉണ്ടാക്കുന്നതല്ലാണ്ട് വേറെ ഒന്ന് മാറ്റി കുക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അങ്ങനെ കറികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഞാനിവിടെ അരിഞ്ഞു വെച്ചു കേട്ടോ. ഇത് കാമെഴുക്കോട്ടിക്ക്, ഇത് മോരുകറിക്ക്, ഇത് അവിയലിനുള്ള അരപ്പിന്, അവിയലിനുള്ള പച്ചക്കറികൾ എല്ലാം ഇവിടെ സെറ്റ്. ഇനി ഇതങ്ങോട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ അവിയലിന് വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് റെഡ് കോക്കനട്ട്, കണക്കൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ എൻ്റെ ഊഹത്തിന് അങ്ങോട്ട് ഇടും. പിന്നെ കംസ് ക്യൂമിൻ സീഡ്സ് അഥവാ ജീരകം,
ചെറിയ ഉള്ളി, എന്താണ് മഞ്ഞൾപ്പൊടി, വെള്ളം ചേർക്കാതെ അരയ്ക്കണം എന്നാണ് പറഞ്ഞത്. കണ്ടു ഗൈസ്, അവിയൽ കുഴഞ്ഞു പോയി. ടേസ്റ്റ് ഉണ്ട്, ബട്ട് അവിയൽ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആസ് യൂഷ്വൽ സംസാരിക്കുന്നതൊന്നും കേൾക്കത്തില്ല, മൈക്ക് കണക്റ്റഡ് അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് കാമെഴുക്കോട്ടയും മോരുകറി ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ സംഭവം ഞാൻ ഈ ഉണ്ടാക്കുന്നത് കായ്മെഴുക്കോട്ടി എന്ന് തന്നെയാണോ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ അങ്ങനെയാണ് കേട്ടോ പഠിപ്പിച്ചത്. പക്ഷേ ഞാൻ യൂട്യൂബിൽ തപ്പിയപ്പം വേറെ എന്തോ ഒരു സംഭവമാണ് കായ്മെഴുക്കോട്ടിയായിട്ട് കാണിക്കുന്നത്. ഞാനിപ്പം കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മൾ ചിപ്സൊക്കെ കഴിക്കാറില്ലേ, അതിൻ്റെ ഒരു വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇങ്ങനെ തിന്നായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഒരു ട്രയാങ്കുലർ ഷേപ്പൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ റെസിപ്പിയൊക്കെ സിമ്പിളാണ് കേട്ടോ. ആദ്യം കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ചേർക്കുക, പിന്നെ ഉപ്പ്, ദാറ്റ്സ് ഇറ്റ്. വേണമെങ്കിൽ നമുക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം. എൻ്റെ അമ്മ ഉപ്പ് മാത്രമായിരുന്നു കേട്ടോ ചേർത്തിരുന്നത്, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതൊരു കറുമുറു പരുവാകുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാമേ. അങ്ങനെ ഇവിടുത്തെ കായ്മെഴുക്കോട്ടി ഓൾമോസ്റ്റ് റെഡിയായി. മോരുകറിയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരി ഇവിടെ വെന്ത് വരുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടെ വേവാനുണ്ട്. അങ്ങനെ ലഞ്ച് ഇവിടെ റെഡിയായി. അരി വേവുന്ന സമയം കൊണ്ട് ഞാൻ അവിടെ കിടക്കുന്ന പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചപ്പം നമുക്ക് ഓവർ ബേർഡൻ ആവത്തില്ല. അവിടെ ഒരുപാട് പാത്രം കിടക്കുമ്പം എനിക്ക് എന്തോ പോലെ ആവും. അതുകൊണ്ട് അപ്പം പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞാൻ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അവിയൽ അത്ര ശരിയായില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ഇട്ടിരുന്നെങ്കിൽ, കുറച്ചുകൂടെ തിന്നായിട്ട് അരിഞ്ഞിട്ടിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നേനെ. പിന്നെ ഓൾ ടുഗെദർ ഇറ്റ് വാസ് നൈസ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത്ര ടേസ്റ്റും ഇല്ല കേട്ടോ. പക്ഷേ കാമെഴുക്കോട്ടി വാസ് സോ ഗുഡ്, വെരി ടേസ്റ്റി. പിന്നെ മൊത്തത്തിൽ ഒരു സൂപ്പർ ഡൂപ്പർ ലഞ്ചായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വീണ്ടും മൈക്ക് കണക്ട് ചെയ്യാൻ മറന്നുപോയി. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിപ്പം എത്രയോ വട്ടം എനിക്കൊന്നൊരു 3-4 തവണ എനിക്കിത് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാമേ. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് മാൻഡറിൻ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വർക്ക് ചെയ്യണം, പഠിക്കണം, അതൊക്കെ തന്നെ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇനി നല്ല മഴ പെയ്യാൻ, അല്ല ഓൾറെഡി മഴ പെയ്യാണ്. ഞാൻ കാണിക്കാമേ. കണ്ടില്ലേ, നല്ല മഴയാണ് പുറത്ത്. ഞാൻ ഇതുവരെ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് എനിക്കൊന്നും മറുപടിയില്ല. ഞാനൊരു സിനിമ കണ്ടു, ഡിറ്റക്റ്റീവ് ഉജ്വലൻ, നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിരുന്ന് കണ്ടു. ഞാൻ ലഞ്ച് കഴിക്കാൻ നേരത്തത് കണ്ടതാണേ. പിന്നെ അത് ഫുള്ളിരുന്ന് കാണല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പം അതിരുന്ന് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചേട്ടൻ വന്നു. പിന്നെ ചേട്ടനോട് സംസാരിച്ചു. ഇൻ ബിറ്റ്വീൻ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതുവരെ ഞാൻ ചെയ്തത്. പിന്നെ ഇപ്പോൾ സമയം 7 മണിയായി, ഡിന്നർ കഴിക്കാൻ സമയമായി. എനിക്ക് വിശന്ന് തുടങ്ങി. ഞാൻ ഓട്സ് ആക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നു, ബിരിയാണി ഓർഡർ ചെയ്താലോ എന്ന്. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ ശരി ബിരിയാണി കഴിക്കാം. അങ്ങനെ ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന ഒരു കടയുണ്ട് കേട്ടോ, ടാപ്രോബേ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ബിരിയാണി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ അതാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് മുന്നേ എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. കാരണം എന്നാലേ കഴിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാമേ. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നിരിക്കുകയാണ് ബിരിയാണി കഴിക്കാനായിട്ട്.
കുളിച്ച് കഴിഞ്ഞപ്പം എന്തോ ഒരു മനസ്സമാധാനം കേട്ടോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് എനിക്കറിയാം ഇന്നലത്തെ പോലെ തന്നെ പ്രത്യേകിച്ചൊന്നും ഈ വീഡിയോയിൽ ഇല്ലായിരുന്നു. ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ, കാണിക്കാനൊന്നുമില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, ജോബ് അപ്ലൈ ചെയ്യുന്നു, പഠിക്കുന്നു, വീഡിയോ എഡിറ്റിംഗ്, ഇതൊക്കെ തന്നെ സ്ഥിരം പരിപാടി കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമായിരുന്നെങ്കിൽ നിങ്ങളെയും കൂടെ കാണിക്കാമായിരുന്നു. അപ്പം ഈ വീഡിയോ ഇനി അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ബിരിയാണി കാണിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ലിവിങ് ഏരിയയിൽ ചേട്ടൻ മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു കണ്ടെയ്നറിലാണ് കിട്ടാറുള്ളത്. നല്ല ക്വാണ്ടിറ്റിയിലാണ് കിട്ടുന്നത്. എനിക്ക് ആക്ച്വലി ഇത് 2 നേരം കഴിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഒരു വട്ടം വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഫുള്ളൊന്നും എനിക്ക് കഴിക്കാനേ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യവും ഹാഫ് എടുത്തിട്ട് ഹാഫ് പിറ്റേന്ന് വെക്കുകയാണേ. അങ്ങനെ ഡിന്നറിന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു, പബ്ലിഷ് ചെയ്തു. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ, ടാറ്റാ.